നിയമസഭയിൽ വിലക്കയറ്റത്തിന്മേലുള്ള അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുന്നു. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വിലക്കയറ്റം വളരെ ഉയർന്ന തോതിലാണെന്ന് പി.സി. വിഷ്ണുനാഥ് ആരോപിച്ചു. ഫലപ്രദമായ വിപണി ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നും എം.എൽ.എ. പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ അവരുടെ മുമ്പിൽ ഈ വിലക്കയറ്റ തോതിൽ ഈ റീറ്റെയിൽ ഇൻഫ്ലമേഷൻ റേറ്റിൽ നമ്മൾ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നതുകൊണ്ടാണ് ആ ഗുരുതരമായ പ്രശ്നം പ്രതിപക്ഷം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. സാർ, 2024 ജൂലൈയിൽ വിലക്കയറ്റം അടിയന്തര പ്രമേയമായി വന്നപ്പോൾ മന്ത്രി GR അനിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ വായിക്കാം. ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം ഒരു ദേശീയ പ്രശ്നമാണ്. നമ്മുടെ തൊട്ടടുത്ത ഉൽപാദന സംസ്ഥാനങ്ങളെ നോക്കൂ. കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ പണപ്പെരുപ്പം രൂക്ഷമാണ്. കേരളത്തിൽ പണപ്പെരുപ്പം 5.47 മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനേക്കാൾ കൂടുതലാണ്. കേരളത്തിൽ വിലക്കയറ്റ എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി ഇത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. സാർ, അദ്ദേഹം 24 ജൂലൈയിൽ പറഞ്ഞതാണ് ഞാനിവിടെ വായിച്ചത്. വിലക്കയറ്റത്തെ സർക്കാർ ഫലപ്രദമായി നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്ന് ഭരണപക്ഷത്തു നിന്നും വി ജോയ് എം.എൽ.എ. പ്രതികരിച്ചു. സാർ, മാവേലി സ്റ്റോറിന് പകരം വാമന സ്റ്റോർ കൊണ്ടുവന്ന ചരിത്രമല്ലേ നിങ്ങൾക്കുള്ളത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. നിങ്ങൾ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്ന കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ കേരളം ഒരു അല്പം മുന്നിലാണ്, അല്ലെങ്കിൽ കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്ന ഉയർന്ന കൂലി നിരക്കാണ്. RBIയുടെ കണക്ക് പ്രകാരം കർഷക മേഖലയിലെ കൂലി 807 രൂപയാണ്. അതൊന്നും അല്ല, അതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ എങ്കിലും RBI പറയുന്നത് അതാണ്. രാജ്യത്തിന്റെ ദേശീയ ശരാശരി എത്രയാ സാർ? ദേശീയ ശരാശരി 372 രൂപയാണ് സാർ. ഇവിടെ നിർമ്മാണ മേഖലയിലെ കൂലി 900 പറയുന്നത്. ഇവിടെ 1400 1500 രൂപയാണ് സാർ. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 417 രൂപയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? വായി വരുന്നത് കോതയ്ക്ക് പാട്ട്. എന്തും ഒരു ആശയ ദാരിദ്ര്യം വരുമ്പോൾ അല്ലെങ്കിൽ വിഷയ ദാരിദ്ര്യം വരുമ്പോൾ അത് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കുക, എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോവുക. അതിന് ഇപ്പുറത്ത് ഭരണപക്ഷം തയ്യാറല്ല എന്നുള്ളത് ആവർത്തിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.